ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? 149ാമത്തെ വനജയന്തിയാണ്. അപ്പം എന്തൊക്കെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ്? അത് എല്ലാ വർഷവും അങ്ങനെയാണ്, വിപുലമായിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നടക്കുന്നത്. ജന്മദിനത്തിൽ മാത്രമല്ല, തലേ ദിവസമുണ്ട്, 2 ദിവസമുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ടോ, എത്തുമോ? എങ്ങനെയാണ്? കുറച്ച് നേതാക്കളൊക്കെ ഇന്ന് രാവിലെ എത്തിയിരുന്നു, അയച്ചത് കണ്ടു, പിന്നെ പോയാലും കണ്ടു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തുന്നുണ്ടോ? പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് പ്രധാനപ്പെട്ട ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ അവിടെ രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എല്ലാവരും ഇവരൊക്കെ ഇപ്പോൾ വന്നേച്ചു പോയതല്ലേ. അവരൊക്കെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവിടെ ആർക്കും വരാം, ഒരു കുഴപ്പമില്ല. ഇന്നലെ അങ്ങ് വ്യക്തമാക്കിയിരുന്നു, രാഷ്ട്രീയമില്ല, അംഗങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തോട് വെറുപ്പില്ല, ഒരു രാഷ്ട്രീയത്തോട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതിൽ പ്രതികരണം നടത്തേണ്ടതില്ല എന്നുള്ളതിന് എന്തെങ്കിലും അന്വേഷണത്തിൽ എന്നൊന്നും ഞാനതിപ്പോൾ ഇനി നോ കമൻറ്റ് അബൌട്ട് ശബരിമല. ഇന്നലെ വ്യക്തമാക്കി ചെയ്തല്ലോ, അതായത് വളരെ വ്യക്തമാക്കിയല്ലോ. ഈ അയ്യപ്പ സംഗമത്തിന്റെ വിവാദം വന്ന സമയത്ത് ഒരു പ്രതിനിധി സമ്മേളനത്തിൽ വലിയ പിന്തുണ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു സമുദായത്തിന്റെ ഭാഗത്തു നിന്ന്. ആ പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്നത്തെ ഈ സമ്മേളനം. അത് നിങ്ങൾ നിശ്ചയിക്കണം, ഞാനതല്ല പിന്തുണയാണോ അല്ലയോ എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, നിയമസഭ അടുത്ത് വരികയാണ്. അപ്പോഴും ഈ സമദൂരം ആ നിലപാട് തന്നെ ആയിരിക്കും അപ്പോൾ? തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവും. സമദൂരത്തിലെ ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സമദൂരം തന്നെയാണ്. മന്നം ജയന്തി യോടനുബന്ധിച്ച് 149ാമത് ജയന്തിയോടനുബന്ധിച്ച് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി. വിവിധ പരിപാടികളാണ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്നത്. ഈ മാസം 11-ന് ഡോക്ടർ സിറിയക് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിതിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. നിതിൻ, എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത്? ആരൊക്കെയാണ് എത്തുക? വിശദാംശങ്ങൾ എന്താ? പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. പുഷ്പാർച്ചനയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുഷ്പാർച്ചനയിലേക്കാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ കുമ്മനം രാജശേഖരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി നേതാക്കൾ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ ഒട്ടനവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. 149ാം മന്നം ജയന്തിയിലേക്ക് പുഷ്പാർച്ചനയൊക്കെ അർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായർ തന്നെ നമ്മളോട് പ്രതികരണം നടത്തിയിരുന്നു. വിപുലമായ പരിപാടികളാണ് ഈ വർഷവും നടത്തുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ടെന്നും ഇവിടേക്ക് ആർക്കും വരാമെന്നും ഒരു രാഷ്ട്രീയത്തോടും വെറുപ്പില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യമുയർന്നപ്പോൾ കൂടുതൽ സംസാരിക്കാൻ എന്നാണ്, അല്ലെങ്കിൽ അതിലൊരു കാര്യം ഇനിയൊന്നും സംസാരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരി ദൂരം ശബരിമലയിൽ മാത്രമാണ് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ വിപുലമായ ആഘോഷങ്ങളാണ് ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഇപ്പോൾ NSSന്റെ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ എത്തി പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. NSSൻ്റേതായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്, പുറത്തുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ചങ്ങനാശ്ശേരി പെരുന്നയിൽ 149ാം ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ തോമസ് ആണ്.